അപ്പോൾ ഇതാ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് സാധാരണ നമ്മുടെ കൊക്കക്കോള ഉണ്ടല്ലോ, ഈ കൊക്കക്കോള അതല്ലെങ്കിൽ പെപ്സി ഏതാണെങ്കിലും കുഴപ്പമില്ല, ഇത് ഉപയോഗിച്ച് സിമ്പിളായിട്ടുള്ളൊരു ബിയറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട, ഈ അടിപൊളി ബിയർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതിന് മുമ്പ് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സോ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ജിഞ്ചറാണ്. ഞാനിവിടെ ഒരു ചെറിയ 2 പീസ് ഇതുപോലെ കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് നമുക്ക് ആവശ്യമില്ല. ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള 2 പീസാണ്. അതിനുശേഷം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ജസ്റ്റ് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് ഇതേപടി എടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് ചതച്ചരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. നമുക്ക് ചെറുതായിട്ട് ഒന്ന് ചതയ്ക്കാം. ഇത്ര മതി, ഒരുപാട് നമുക്ക് ചതയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത ശേഷം നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇത്രത്തോളം മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ഇതാണ് നമ്മൾ ഇഞ്ചി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതാണ് സാധനം. സാധാരണ നമ്മുടെ കൊക്കക്കോള അതല്ലെങ്കിൽ പെപ്സി, ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്ന രീതിയിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ കൊക്കക്കോള ഉപയോഗിച്ചു എന്ന് മാത്രം. നമുക്ക് ആദ്യം തന്നെ കൊക്കക്കോള ബോട്ടിൽ ഓപ്പൺ ചെയ്യാം. ഇത് 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ജസ്റ്റ് സാവധാനം ഓപ്പൺ ചെയ്യുക. ഇതിനുശേഷം നമുക്ക് ഈ എടുത്തിരിക്കുന്ന ഈ ഒരു ജിഞ്ചർ ഇതേപടി തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക്, ഈ ബോട്ടിലിനകത്തേക്ക് മാറ്റാം. ഇത് നമുക്ക് 24 മണിക്കൂർ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിയറാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം ചെയ്യാണ്, നമ്മുടെ ഈ സ്റ്റിക്കർ ഒന്ന് പൊളിച്ചെടുക്കും. കാരണം ഇച്ചിരി ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റിക്കർ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ സ്റ്റിക്കർ എടുത്ത് കളയുകയാണ്. അപ്പോൾ ഇനി വേണ്ട നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഇതാണ് സാധാരണ നമ്മുടെ പഞ്ചസാര. സാധാരണ രീതിയിൽ നമ്മുടെ കൊക്കക്കോളയ്ക്കകത്ത് പഞ്ചസാരയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിലേക്ക് ഇനി പഞ്ചസാര ആഡ് ചെയ്യാൻ പോകണം. പഞ്ചസാര ആഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നേരം ഇത് ഓപ്പൺ ആക്കി വെക്കുന്നത് നന്നായിരിക്കും. കാരണം ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ചിലപ്പോൾ പഞ്ചസാര സഡൻലി ഇട്ട് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനുശേഷം പഞ്ചസാര ഇടാം. ഇനി എന്നിട്ടും ഇതിങ്ങനെ ഗ്യാസ് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടപ്പ് വെച്ച് അടയ്ക്കുക. അപ്പം നമുക്ക് എന്തായാലും പഞ്ചസാര അധികമൊന്നും ആവശ്യമില്ല. 1 സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണിൻ്റെ പഞ്ചസാരയുടെ ആവശ്യമേ ഉള്ളൂ. പൊങ്ങി വരുന്നുണ്ടെങ്കിൽ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. തൽക്കാലത്തെ ക്ലോസ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ പൊങ്ങി വരും. വരി ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് ഇപ്പോൾ